നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന എന്നാൽ നാട്ടിൽ കാണാത്ത ഇവിടെ മാത്രം കണ്ടിട്ടുള്ള ഒരു വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. ഫസ്റ്റ് ഈ പാഡാണ് കേട്ടോ. ഇത് ഈ മിഡിലിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ എക്സൽ സൈസ്. പക്ഷേ അതിൻ്റെ ഇപ്പുറത്തുണ്ടോ അതിലും എത്രയോ വലുതാണത്. ഇതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ചെറിയ ഇതും അവൈലബിൾ ആണ്. ഇത് മെയിനായിട്ട് ഈ വലുത് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് 2-3 ഡേയ്സിൽ നമുക്ക് യൂസ് ചെയ്യാം. അടുത്ത നെക്സ്റ്റ് ഡേ നമുക്ക് അതിൻ്റെ ചെറുത് യൂസ് ചെയ്യാം. പിന്നെ ഈ തീരെ ചെറുത് നമുക്ക് ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളവർക്കോ അല്ലെങ്കിൽ പീരീഡ്സ് കഴിയാറായവർക്കോ അല്ലെങ്കിൽ ആകുമെന്ന് ഡൗട്ടുള്ളവർക്കോ യൂസ് ചെയ്യാൻ കേട്ടോ ഈ തീരെ ചെറുത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ ഇവിടെ മിക്ക സാധനങ്ങളും ഞാൻ കണ്ടിട്ടുള്ളത് ഇതുപോലെ പേപ്പർ കവേഴ്സിലാണ്. ഈ ഷുഗർ കണ്ടോ, ഷുഗറിൻ്റെ പാക്കിങ് കണ്ടോ, ഇതൊരു പേപ്പറിൻ്റെ കവറാണ്. പക്ഷേ ഇവിടെ ഇതുപോലെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു ഡപ്പയിലേക്ക് മാറ്റണം എന്നില്ല, മാറ്റിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇതിങ്ങനെ അടച്ച് വയ്ക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ ഓട്സിൻ്റെ നാട്ടിൽ ഇതുപോലെയുള്ള പാക്കറ്റ് അവൈലബിൾ ആണ്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു ഓപ്പണിങ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടച്ച് വയ്ക്കാം. ഒത്തിരി വേസ്റ്റ് ആകുമോ അല്ലെങ്കിൽ കാറ്റ് കയറുമോ അങ്ങനെയൊന്നുമില്ല. ഭയങ്കര യൂസ്ഫുള്ളാണ് ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. ഇവിടെ മിക്ക സാധനങ്ങൾക്കും അവർ ഇതുപോലെ എല്ലാം ഭയങ്കര സൂക്ഷ്മമായിട്ട് നോട്ട് ചെയ്തിട്ടാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇത് ഉപ്പാണ് കേട്ടോ. ഉപ്പിൻ്റെ ഇതുപോലെ തന്നെ ഈ ഒരു പാക്കിലാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മെയിനായിട്ട് നമുക്കിത് വേറൊരു കണ്ടെയ്നറിലോട്ട് മാറ്റണ്ട എന്നുള്ളതാണ് മെയിൻ ബെനിഫിറ്റ്. പിന്നെ ഇത് ക്യാഷ്നട്ടിൻ്റെ സാധാ ഒരു പാക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് അത് അതുപോലെ തന്നെ അടച്ചും വയ്ക്കാം. നമുക്ക് പ്രത്യേകിച്ച് വേറൊരു പാത്രത്തിലിടുക അല്ലെങ്കിൽ അത് സീൽ ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഇത് വാട്ടറിൻ്റെ ബോട്ടിലാണ് കേട്ടോ. സാധാരണ നമ്മൾ അടപ്പ് തുറന്നു കഴിഞ്ഞ് പിന്നെ അടപ്പ് എവിടെയെങ്കിലുമൊക്കെ വെക്കില്ലേ, നമ്മൾ മറന്നു. പക്ഷേ ഇവിടെയുള്ള മിക്ക ബോട്ടിലും ഇങ്ങനെയാണ്. ഈ അടപ്പ് വന്നിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. ബ്രെഡിൻ്റെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ. ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി.